അപ്പോൾ നമ്മളിന്നുള്ളത് ആചാര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണുള്ളത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഫുൾ ക്യാമ്പസ് ചുറ്റി കാണാനാണ് പോകുന്നത്. നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കും. സോ വന്നോളൂ. ആചാര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്യാമ്പസുകളിൽ ഒന്നാണ്. ഓൾമോസ്റ്റ് 120 ഏക്കേഴ്സ് വരുന്ന ഈ ഒരു ക്യാമ്പസിൽ ഓൾമോസ്റ്റ് 12 കോളേജസ് ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഹൗസിംഗ് നമ്മൾ ഇന്ന് ഏത് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്? ആചാര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രാജുവേറ്റ് സ്റ്റഡി ക്യാമ്പസിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ഏത് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഈ ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ബ്ലോക്കിൽ എത്രത്തോളം കോഴ്സ് ഉണ്ടെന്ന് ഈ ബോർഡിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം അറൗണ്ട് 9 കോഴ്സസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജേർണലിസത്തിന് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കൊമേഴ്സ് മാനേജ്മെൻറ്റ്, ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി, ഫിസിക്സ്, സൈക്കോളജി, ക്രിമിനോളജി, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഈ ഒരു ബ്ലോക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ കയറി വരുന്ന റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ ബോർഡിങ്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് 50+ കമ്പനീസ് ആനുവലി ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ടോപ്പ് മോസ്റ്റ് കമ്പനീസ് ആയിട്ടുള്ള ആക്സെഞ്ചർ, EY, വിപ്രോ, ഗൂഗിൾ, ഇൻഫോസിസ് തുടങ്ങിയിട്ടുള്ള വേൾഡിലെ തന്നെ MNCs ആണ് ഇവിടെ വന്ന് കുട്ടികളെ ഹയർ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം പ്ലേസ്മെൻ്റ് ആണ് ഈ കോളേജ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ഈ കോളേജ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോബ് അഷുറൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു ക്യാമ്പസിനകത്ത് നിങ്ങൾക്കായിട്ട് സർപ്രൈസ് ഉണ്ട്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെയും IBMൻ്റെയും സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഈ ഒരു ക്യാമ്പസിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഹോർഡിങ്സിൽ കൊടുത്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ IBM ഫോർ ഡാറ്റാ സയൻസ്. ഇത് കൊള്ളാല്ലേ, നൈസായിട്ടുണ്ട്. എൻ്റെ കോളേജിന്റെ ഏതൊരു കോർണറിൽ നിന്നുള്ള വ്യൂവും ഈ ഒരു സെന്റർ കോർട്ട്യാർഡിലേക്കായിരിക്കും. പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈവായിട്ടൊക്കെ നിൽക്കാം. എൻ്റെ കോളേജിലൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ക്യാമ്പസിലെ ഓരോ കോളേജിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈബ്രറീസ് ആണ് വരുന്നത്. കൂടാണ്ട് ഈ എല്ലാ കോളേജസിനും കൂടിയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ലൈബ്രറിയും വരുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വളരെ തിരക്കേറിയ ഒരു സിറ്റി, അതുപോലെ തന്നെ ഭയങ്കര പൊല്യൂഷൻ എന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു ക്യാമ്പസ് അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാര്യം ഇത് ഫുള്ളി ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ക്യാമ്പസാണ്. എവിടെ നോക്കിയാലും മരങ്ങളും അതുപോലെ തന്നെ തണൽ, ഫുള്ളി ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ക്യാമ്പസ് ഫീലാണ് ഈ ഒരു ക്യാമ്പസിൽ നമുക്ക് കിട്ടുന്നത്.